بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. والضحى വചനം 1. വദ്ദുഹ പൂർവാഹ്നം തന്നെയാണ്, ഇളയുച്ച തന്നെയാണ്, പൂർവാഹ്നം തന്നെയാണ് സത്യം. والليل إذا سجى വചനം 2. വല്ലൈലി രാത്രി തന്നെയാണ്, ഇദാ സജ അതു ശാന്തമാകുമ്പോൾ, അടങ്ങിയാൽ, മൂടിയാൽ. രാത്രി തന്നെയാണ് സത്യം, അതു ശാന്തമാകുമ്പോൾ. ما ودعك ربك وما قلى വചനം 3. മാ വദ്ദഅക നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, യാത്ര പറഞ്ഞു പിരിഞ്ഞിട്ടില്ല. റബ്ബുക നിന്റെ റബ്ബ്, വമാ ഖല അവൻ വെറുപ്പു കാട്ടിയിട്ടുമില്ല, കോപം ഈർഷ്യത കാട്ടിയിട്ടുമില്ല. നബിയെ, നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, നിന്നോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല. وللآخرة خير لك من الأولى വചനം 4. വലൽ ആഖിറ നിശ്ചയമായും പരലോകം അവസാനത്തേതു തന്നെ, ഖൈറുല്ലക നിനക്ക് ഉത്തമമാണ്, ഗുണമായതാണ്, മിനൽ ഊല ആദ്യ ലോകത്തെക്കാൾ, ആദ്യത്തേതിനേക്കാൾ. നിശ്ചയമായും പരലോകം നിനക്കു ആദ്യ ലോകത്തെ അഥവാ ഇഹലോകത്തെക്കാൾ ഉത്തമമാകുന്നു. ولسوف يعطيك ربك فترضى വചനം 5. വലസൗഫ നിശ്ചയമായും വഴിയെ, യുഅ്തീക നിനക്കു തരും, നൽകും, റബ്ബുക നിന്റെ റബ്ബ്, ഫതർദാ അപ്പോൾ നീ തൃപ്തിപ്പെടും, തൃപ്തി അടയും. വഴിയെ നിന്റെ റബ്ബ് നിനക്കു നിശ്ചയമായും തരുകയും ചെയ്യും, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്. ألم يجدك يتيما فآوى വചനം 6. അലം യജിദ്ക നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ അനാഥനായിട്ട്, ഫആവ എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി. നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ. ووجدك ضالا فهدى വചനം 7. വവജദക നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു, ضالൻ വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി. നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. ووجدك عائلا فأغنى വചനം 8. വവജദക നിന്നെ കണ്ടെത്തുകയും ചെയ്തു, ആയിലൻ ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി. നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു. فأما اليتيم فلا تقهر വചനം 9. ഫഅമ്മ എന്നിരിക്കെ അപ്പോൾ, അൽ യതീമ അനാഥയെ, ഫലാ തഖ്ഹർ നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത്.
وأما السائل فلا تنهر. വചനം 10. വഅമ്മ السائل അപ്പോൾ ചോദിക്കുന്നവനെ ഫലാ തൻഹർ നീ വിരട്ടി വിടരുത്, ആട്ടിക്കളയരുത്, ആക്ഷേപിച്ചു കളയരുത്. ചോദിച്ചു വരുന്നവനെ നീ മിരട്ടി വിടുകയും അരുത്. وأما بنعمة ربك فحدث. വചനം 11. വഅമ്മ ബിനിഅ്മതി അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി, റബ്ബിക നിന്റെ റബ്ബിന്റെ, ഫഹദ്ദിസ് നീ വർത്തമാനം പറയുക, സംസാരിക്കുക. നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ വർത്തമാനം പറയുകയും ചെയ്യുക. ഒരിക്കൽ കുറച്ചു ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയും കൊണ്ട് ജിബ്രീൽ അലൈഹിസലാം വരാതിരിക്കുകയും മുഹമ്മദിനെ അവൻ്റെ റബ്ബ് വെടിഞ്ഞിരിക്കുന്നു എന്ന് അവിശ്വാസികൾ പരിഹസിച്ചു പറയുവാൻ തുടങ്ങുകയും ചെയ്യുകയുണ്ടായി എന്നും ഈ അവസരത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നും പല റിവായത്തുകളിലും കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ചുരുക്കം അതാണ്. കൂട്ടത്തിൽ ഏറ്റവും ബലവത്തായ റിവായത്ത് ഇതാകുന്നു. ജുൻദബ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 1-2 രാത്രി സുഖമില്ലായ്മയാൽ എഴുന്നേൽക്കാതിരിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഒരു സ്ത്രീ വന്നു ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ പിശാച് നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞാൻ കരുതുന്നില്ല. ഈ അവസരത്തിലാണ് വദ്ദുഹാ വല്ലൈലി എന്ന ഈ സൂറത്ത് അവതരിച്ചത്. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം, തിർമിദി, നസായി. വെളിച്ചം നൽകി ലോകത്തെ ഉന്മേഷഭരിതമാക്കുന്ന പകലിനെയും ഇരുട്ട് മൂടി ലോകത്തെ ശാന്തമാക്കുന്ന രാത്രിയെയും കൊണ്ട് സത്യം ചെയ്ത ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സാന്ത്വനപ്പെടുത്തുകയും അതിപ്രധാനമായ ചില സന്തോഷവാർത്തകൾ അറിയിക്കുകയും ചെയ്യുന്നു. തിരുമേനിയെ അള്ളാഹു കൈവെടിയുകയോ പുറംതള്ളുകയോ ചെയ്തിട്ടില്ല. അവിടത്തോട് അവന് യാതൊരു വെറുപ്പോ കോപമോ ഉണ്ടായിട്ടുമില്ല. അല്പദിവസം വഹി വരുവാൻ താമസിച്ചു പോകുന്നതോ പ്രബോധന മാർഗത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതോ അള്ളാഹു കൈവെടിഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നതല്ല. രാവും പകലും പോലെ ഇരുട്ടും വെളിച്ചവും പോലെ സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ലോകം. ഇവിടെ വെച്ച് അല്പം ചില വിഷമങ്ങളെല്ലാം സഹിക്കേണ്ടി വന്നാലും പരലോകത്ത് തിരുമേനിക്ക് ഏറ്റവും ഉത്തമവും ക്ലേശരഹിതവുമായ ജീവിതമായിരിക്കും സിദ്ധിക്കുക. മാത്രമല്ല തിരുമേനിക്ക് പരിപൂർണമായും തൃപ്തി വരുമാറ് വേണ്ടതെല്ലാം അള്ളാഹു വഴിയെ കൊടുത്തരുളുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ക്ഷമ കൈക്കൊള്ളുകയും ഭാവിയെപ്പറ്റി സുപ്രതീക്ഷയോടെ ഇരിക്കുകയും ചെയ്തു കൊള്ളുക എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ താൽപ്പര്യം. അൽ ആഖിറത്ത് എന്ന വാക്കിന് അവസാനത്തേത് എന്നും അൽ ഊല എന്ന വാക്കിന് ആദ്യത്തേത് എന്നുമാണ് സാക്ഷാൽ അർത്ഥം. പരലോകത്തെ ഉദ്ദേശിച്ചാണ് അൽ ആഖിറത്ത് ഖുർആനിൽ സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളത്. ഭാഷയിലും ഇത് സാധാരണമാണ്. അതുകൊണ്ട് മുഫസ്സിറുകൾ മിക്കവാറും ആ അർത്ഥമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അൽ ഊലാക്ക് ഇഹ്ലോകമെന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടവും അവസാന ഘട്ടവുമാണ് ഇവിടെ ഉദ്ദേശമെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. ഇസ്ലാമിന് പ്രചാരവും വിജയവും സിദ്ധിച്ചത് അവസാന ഘട്ടത്തിലാണല്ലോ. 5-ാം വചനത്തിലെ വാഗ്ദാനവും ഏതാണ്ട് ഇതേ കാലത്തെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു നൽകുവാനിരിക്കുന്ന പാരത്രികമായ അനുഗ്രഹങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇഹത്തിൽ വച്ച് തിരുമേനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെ പരിമിതമാണ് എന്ന് പറയേണ്ടതില്ല. എന്നിരിക്കെ ഭാവിയെ സംബന്ധിച്ച ഈ വാഗ്ദാനങ്ങൾ ഈ സൂറത്ത് അവതരിച്ചതിനു ശേഷം അവിടത്തേക്ക് ലഭിക്കുവാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അത് ഇഹത്തിൽ വച്ചാകട്ടെ പരത്തിൽ വച്ചാകട്ടെ ഉൾപ്പെടുത്തുന്നു എന്നും വരാവുന്നതാണ്. വല്ലാഹു ആലം. ഭാവി നേട്ടങ്ങളെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ച ശേഷം കഴിഞ്ഞ കാലത്ത് നൽകപ്പെട്ട ചില അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു കാണിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ ആളെന്ന സ്ഥിതിക്ക് അനാഥകളുടെയും സഹായം അർത്ഥിച്ചു വരുന്ന സാധുക്കളുടെയും സ്ഥിതിഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല പോലെ അറിയാവുന്നതാണല്ലോ. ആ നിലക്കും അള്ളാഹു തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന നിലക്കും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും
അവരെ വെറുപ്പിക്കുകയോ അവരോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യരുതെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു. കഴിഞ്ഞ വചനങ്ങളിൽ തിരുമേനിക്ക് സിദ്ധിച്ച 3 അനുഗ്രഹങ്ങളെയാണ് എടുത്തുകാട്ടിയത്. ഈ വചനങ്ങളിൽ അതുപോലെ 3 കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതാണെങ്കിലും വാസ്തവത്തിൽ അവ ഓരോ സത്യവിശ്വാസിക്കും ബാധകമാണെന്നുള്ളതിൽ സംശയമില്ല. ഒന്നാമത്തേത്, യതീമിനെ അഥവാ പിതാവ് മരണപ്പെടുകയും പ്രായപൂർത്തി എത്താതിരിക്കുകയും ചെയ്ത അനാഥക്കുട്ടിയെ കീഴടക്കി വെക്കരുത് എന്നുള്ളതാണ്. അനാഥക്കുട്ടികളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും സാമാന്യമായെങ്കിലും അറിയുന്നവർക്ക് തൽവിഷയത്തിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം മറ്റൊരു മതമോ സമുദായമോ കൽപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നതാണ്. രണ്ടാമത്തേത്, ചോദിച്ചു വരുന്നവനെ വിരട്ടി വിടരുതെന്നുള്ളതാണ്. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലാത്ത പക്ഷം നല്ല വാക്കുകൾ പറഞ്ഞു വിടുക എന്നല്ലാതെ അവനോട് പരുഷമായ വാക്കുകൾ പറഞ്ഞോ മര്യാദയില്ലാത്ത പെരുമാറ്റം പെരുമാറിയോ നിന്ദിക്കുവാനും ആക്ഷേപിക്കുവാനും പാടില്ലാത്തതാണ്. യാചന ഒരു നല്ല കാര്യമല്ല. ഇസ്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ചോദിച്ചു വരുന്നവനോട് നല്ല നിലക്ക് വർത്തിക്കുന്നത് ചോദിക്കപ്പെടുന്നവന്റെ കടമയാകുന്നു. ഈ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതിവ് പരക്കെ അറിയപ്പെട്ടതാണ്. ചോദിച്ചു വരുന്ന ഒരാളെയും അവിടുന്ന് വെറും കൈയോടെ മടക്കി വിട്ടിരുന്നില്ല. ഒന്നും കൈവശമില്ലാത്തപ്പോൾ സൗമ്യമായ വാക്ക് പറയുകയും പിന്നീട് കൈവശം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അത് നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. മൂന്നാമത്തേത്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മൂടിവെക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുകയും കൃതജ്ഞതാപൂർവം സ്മരിക്കുകയും സന്ദർഭോചിതം പ്രസ്താവിക്കുകയും അതിന്റെ അടയാളം പുറമേ പ്രകടമായി കാണുകയും ചെയ്യുക. അള്ളാഹു പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാട്ടിയെങ്കിലോ നിശ്ചയമായും എന്റെ ശിക്ഷ കഠിനമായതുമാണ്. സൂറത്ത് ഇബ്രാഹിം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, തന്റെ അടിയാന്റെ മേൽ താൻ ചെയ്ത അനുഗ്രഹത്തിന്റെ അടയാളം അവന്റെ മേൽ കാണപ്പെടുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തിർമിദി. ധനവും കഴിവുമുണ്ടായിട്ടും താണതലം വസ്ത്രം ധരിച്ചു കണ്ട ഒരാളോട് തിരുമേനി പറയുകയുണ്ടായി, എന്നാൽ അള്ളാഹു തനിക്ക് ധനം തന്നിട്ടുള്ള സ്ഥിതിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെയും മാന്യതയുടെയും അടയാളം തന്നിൽ കാണപ്പെടട്ടെ. അബൂദാവൂദ്, നസായി. പക്ഷേ സന്തോഷമെന്ന നിലക്കും നന്ദിയായിക്കൊണ്ടുമല്ലാതെ അഹങ്കാരവും ദുരഭിമാനവുമായിക്കൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നതും പ്രകടമാക്കുന്നതും പാടില്ലാത്തതുമാകുന്നു.